എന്നെ സ്നേഹിക്കുന്നവരെല്ലാം പോകും. ആ ചിന്ത വീണ്ടും വീണ്ടും അവളെ വേദനിപ്പിച്ചു. മനു ഒടുവിൽ അവളുടെ മുന്നിലേക്ക് വന്നു. എന്തിനാ നീ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത്? താരയുടെ ചുവടുകൾ നിന്നു. കുറച്ചു നിമിഷം അവൾ തല കുനിച്ചു നിന്നു. പിന്നെ ഒരു ചെറിയ ചിരി, വേദന മറയ്ക്കാൻ മാത്രമുള്ള ചിരി. കാരണം എനിക്ക് പേടിയാണ് മനു. എന്നെയോ? അല്ല, നഷ്ടപ്പെടലിനെ. മഴത്തുള്ളികൾ അവളുടെ കണ്ണീരുമായി കലർന്നു. ഞാൻ സ്നേഹിച്ചവരെല്ലാം ഒരു ദിവസം എന്നെ വിട്ടുപോയി. എൻ്റെ അച്ഛൻ, കൂട്ടുകാർ എല്ലാവരും അകന്നു. മനു ഒന്നും പറയാതെ നിന്നു. ഇപ്പോൾ നീയും അടുത്ത് വരുമ്പോൾ അവളുടെ ശബ്ദം വിങ്ങി. ഒരു ദിവസം നീയും പോകുമെന്ന തോന്നൽ എനിക്ക് ശ്വാസം മുട്ടിക്കുന്നു. മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പോകില്ല താര. താര പതുക്കെ തല കുലുക്കി. എല്ലാവരും ആദ്യം അങ്ങനെ തന്നെയാണ് പറയുന്നത് മനു. അവൾ അവനെ മറികടന്ന് നടന്നു. മനു പിന്നിൽ നിന്ന് നോക്കി നിന്നു. മഴയിൽ അകലുന്ന താരയുടെ രൂപം പതിയെ മറഞ്ഞുപോയി. മനു അവിടെ തന്നെ ഇരുന്നു. മഴ അവനെ മുഴുവൻ നനച്ചുവെങ്കിലും അവൻ നീങ്ങിയില്ല. താര അകന്നു പോകുന്ന വഴിയിലേക്കാണ് അവൻ്റെ കണ്ണുകൾ. അന്ന് രാത്രി താരയ്ക്ക് ഉറങ്ങാനായില്ല. മനുവിൻ്റെ ശബ്ദം വീണ്ടും വീണ്ടും മനസ്സിൽ മുഴങ്ങി. ഞാൻ പോകില്ല താര. അവൾ ചെവികൾ മൂടിക്കിടന്നു. പക്ഷെ ചില വാക്കുകൾ ഹൃദയത്തിൽ നിന്നല്ലാതെ പോകില്ല. ദിവസങ്ങൾ കടന്നു. മനു താരയെ വിളിച്ചില്ല. സന്ദേശങ്ങളുമില്ല. ക്ഷേത്രവഴിയിലും അവൻ കാണപ്പെട്ടില്ല. ആദ്യം താരയ്ക്ക് ആശ്വാസമായി തോന്നി. പിന്നീട് ഒരു ശൂന്യത. ഒരാൾ സ്ഥിരമായി കൂടെ ഉണ്ടാകുമ്പോൾ അവരുടെ അഭാവത്തിലും ഒരു ശബ്ദമുണ്ടെന്ന് അവൾ ആദ്യമായി മനസ്സിലാക്കി. ഒരു വൈകുന്നേരം അവൾ വീണ്ടും ശിവക്ഷേത്രത്തിലേക്ക് പോയി. അറിയാതെ അവളുടെ കണ്ണുകൾ മനുവിനെ തിരഞ്ഞു. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള പഴയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ കവർ കാറ്റിൽ ഇളകിക്കിടക്കുന്നത് അവൾ കണ്ടു. അവൾ അത് തുറന്നു. അകത്ത് മനുവിൻ്റെ കയ്യെഴുത്ത്. നിന്നെ പിടിച്ചു നിർത്താൻ ഞാൻ ശ്രമിക്കില്ല താര. കാരണം നീ എത്ര ഭയത്തോടെയാണ് ജീവിക്കുന്നത് എന്നെനിക്ക് ഇപ്പോൾ മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരിക്കലെങ്കിലും എല്ലാവരും വിട്ടുപോകില്ലെന്ന് നീ വിശ്വസിക്കുന്ന ദിവസം വന്നാൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നത് മറക്കരുത്. അവളുടെ കൈകൾ വിറച്ചു. താഴെ ചെറിയൊരു വരി കൂടി ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നത് നിന്നെ വിട്ടല്ല, നിന്റെ ഭയത്തിന് മുന്നിൽ തോറ്റിട്ടാണ്. ആ നിമിഷം താരയുടെ കണ്ണുകൾ കത്തിലേക്ക് വീണു മങ്ങിപ്പോയി. രാത്രി ഏറെ കഴിഞ്ഞിരുന്നു. മഴ നിർത്തിയെങ്കിലും താരയുടെ ഉള്ളിലെ ശബ്ദങ്ങൾ നിശബ്ദമായില്ല. മനുവിൻ്റെ കത്ത് നെഞ്ചോട് ചേർത്ത് അവൾ ജനലക്കരികിൽ ഇരുന്നു. പുറത്തുള്ള ഇരുട്ടിൽ അവൾ വീണ്ടും വീണ്ടും ഒരേ ചോദ്യം തിരഞ്ഞു. എന്തുകൊണ്ടാ എനിക്ക് ആരെയും പിടിച്ചു നിർത്താൻ കഴിയാത്തത്? അടുത്ത ദിവസങ്ങളിൽ താഴ പഴയതിലും കൂടുതൽ മൗനമായി. വീട്ടുകാർ സംസാരിച്ചാൽ മാത്രം മറുപടി. ചിരിയില്ല, ഉറക്കമില്ല. പക്ഷേ എല്ലാ വൈകുന്നേരവും അവൾ അറിയാതെ ക്ഷേത്രവഴിയിലേക്ക് നടക്കും. മനു വരില്ലെന്നറിഞ്ഞിട്ടും അവളുടെ കണ്ണുകൾ അവനെ തിരയും. ഒരു ദിവസം ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ പരിചിതമായ ഒരു രൂപം കണ്ടു. മനു. പക്ഷേ പഴയ മനു അല്ലായിരുന്നു അത്. മുഖത്തു ക്ഷീണം, കണ്ണുകളിൽ ഉറക്കമില്ലാത്ത വേദന. താരയുടെ കാലുകൾ നിശ്ചലമായി. മനു അവളെ നോക്കി ചെറിയൊരു ചിരി ശ്രമിച്ചു. നീ സന്തോഷമായിരിക്കുമെന്ന് കരുതി, അതുകൊണ്ടാ മാറി നിന്നത്. താരയുടെ കണ്ണുകൾ ഉടൻ നിറഞ്ഞു. പിന്നെ എന്തിനാ വീണ്ടും വന്നത്? മനു കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. കാരണം മാറി നിന്നിട്ടും ഞാൻ എല്ലാ ദിവസവും നിന്നെ തിരഞ്ഞു. ആ വാക്കുകൾ കേട്ട നിമിഷം താരയുടെ ഉള്ളിൽ എന്തോ തകർന്നു. എനിക്ക് പേടിയാ മനു, അവൾ കരഞ്ഞു. നീയും ഒരു ദിവസം പോകുമോ എന്ന്. മനു പതുക്കെ അടുത്തു വന്നു. ഒരു ദിവസം എല്ലാവരും പോകും താര. പക്ഷേ അതുവരെ കൂടെ ഇരിക്കാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. താര ഇനി പിടിച്ചു നിന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് മനുവിൻ്റെ നെഞ്ചിലേക്ക് വീണു. പക്ഷേ ഇത്തവണ ഒരാൾ അകലുന്ന ശബ്ദമല്ല, രണ്ട് തകർന്ന ഹൃദയങ്ങൾ ഒന്നു ചേരുന്ന നിശബ്ദമായ ശബ്ദമായിരുന്നു ആ മഴയിൽ കേട്ടത്. താരയുടെയും മനുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞൊഴുകി. പെട്ടെന്നൊരു ഞെട്ടലോടെ താര മനുവിൻ്റെ നെഞ്ചിൽ നിന്ന് പിടിവിട്ടു. ദൂരേക്ക് മാറി നിന്നു. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ താര ഓടി മറന്നു. താരയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയവും വേദനയും ഇരുട്ട് മൂടി. ഇത് ശരിയാവില്ല, താര തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഞാൻ കാരണം മനുവിനും ഒന്നും ഉണ്ടാകരുത്. അവളുടെ ഇഷ്ടത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മൂടി വെച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താര സ്കൂളിലേക്ക് പോകാൻ ആരംഭിച്ചു. താരയുടെ മനസ്സിൽ മനുവിൻ്റെ മുഖം മങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് എന്താണ് പറ്റിയത്?
എത്ര ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൽ നിന്നും എന്താണ് മനുവിനെ മായ്ക്കാൻ പറ്റാത്തത്? പുഴയോരത്തെത്തിയപ്പോഴേക്കും കൃഷ്ണേട്ടൻ തോണിയുമായി അക്കരെ നിന്ന് വന്നു. മോളെ, കൃഷ്ണേട്ടൻ വിളിച്ചു. ആ, കൃഷ്ണേട്ടനോ? അസുഖം കുറവുണ്ടോ കൃഷ്ണേട്ടാ? ഉണ്ട് മോളെ. മനു വന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം വിശ്രമിക്കാൻ സാധിച്ചു. അവൻ 2-3 ദിവസം കഴിയുമ്പോൾ തിരിച്ച് പട്ടണത്തിലേക്ക് പോകും. അവിടെ അവൻ്റെ ജോലി ശരിയായിട്ടുണ്ട്. അവൻ്റെ ബൈക്ക് മുട്ടിയുണ്ടായ അപകടത്തെപ്പറ്റിയൊക്കെ മനു പറഞ്ഞിരുന്നു. മോൾ അവനോട് ക്ഷമിക്കണം. കൃഷ്ണേട്ടൻ പറഞ്ഞപ്പോൾ താരയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊങ്ങി. താര അത് പെട്ടെന്ന് തന്നെ തുടച്ചു മാറ്റി. മനുവിനെ ഒരു നോക്ക് കാണാൻ അവൾ ആഗ്രഹിച്ചു. അവളുടെ മനസ്സ് വല്ലാതെ നീറിപ്പോകുന്നു. കാർമേഘങ്ങൾ കുമിഞ്ഞു മൂടി. ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴെല്ലാം അവനുമായിട്ടുള്ള ഓർമ്മകൾ താരയുടെ മനസ്സിലൂടെ ഒരു പുഴ പോലെ ഒഴുകി. എങ്ങനെയെങ്കിലും ഒന്ന് വൈകി ഇരുന്നെങ്കിൽ അവൾ ആഗ്രഹിച്ചു. വനിത ടീച്ചർ ചോദിച്ചു, എന്താ ടീച്ചറെ ഇത്രയ്ക്കും വലിയ ആലോചന? കുറേ നേരമായല്ലോ. ഏയ്, ഒന്നുമില്ല ടീച്ചറെ. താര പുസ്തകവുമായി ക്ലാസ് റൂമിലേക്ക് പോയി. പുസ്തകത്താളുകളിലെങ്ങും മനുവിൻ്റെ മുഖം മാറി മറന്നു. ഒരു മനസ്സമാധാനവുമില്ലാതെ താര ഹാഫ് ഡേ ലീവ് ചോദിച്ചു. സ്കൂളിൽ നിന്നും ഇറങ്ങി. മനുവിനെ ഒരു നോക്ക് കാണാൻ അവൾ ആഗ്രഹിച്ചു. എല്ലായിടത്തും അവളുടെ കണ്ണുകൾ അവനെ പരുതി. പക്ഷേ ഇന്നും കണ്ടില്ല. അങ്ങനെ അവൾ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു നീങ്ങി. കാർമേഘങ്ങൾ ഇരുണ്ടു മൂടി തുടങ്ങി. ഇടവഴിക്ക് ഇരുവശവുമുള്ള കൈതച്ചെടികളാൽ നിറഞ്ഞു നിൽക്കുന്നു. മഴത്തുള്ളികൾ ഓരോന്നായി വീണു തുടങ്ങി. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ഒരു ഭയം നേടിയിട്ടു. ആരോ അവളെ ഫോളോ ചെയ്യുന്നത് പോലെ. അവളുടെ കയ്യിൽ ആരോ പിടിച്ചിരിക്കുന്നു. താര ഞെട്ടി തിരിഞ്ഞു നോക്കി. തൻ്റെ ബാല്യകാല സുഹൃത്ത് വരുണാണത്. എൻ്റെ കൈ വിട് വരുൺ. നീ എന്താണ് ഈ കാണിക്കുന്നത്? താര, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വരുൺ പറഞ്ഞു. താര ഒരു ഞെട്ടലോടെ അത് കേട്ടു നിന്നു. അവൾ ഇത്രയും നാൾ ഒരു സഹോദരനെ പോലെ കരുതിയ വരുണിൽ നിന്നും താര ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. താര കരഞ്ഞുകൊണ്ട് വരുണിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. എൻ്റെ കൈ വിടൂ, എനിക്ക് വേദനിക്കുന്നു. വിടെന്നെ, താര ആക്രോശിച്ചു. വരുണിന് താരയോട് ദേഷ്യം കൂടി. താരയുടെ കൈ അവൻ ബലമായി മുറുകെ പിടിച്ചു. താരയുടെ കുപ്പിവളകൾ ഞെരിഞ്ഞമർന്നു. കൈത്തണ്ടയിൽ ചോരക്കണികൾ പൊടിഞ്ഞു. അയ്യോ അമ്മേ, ആരെങ്കിലും ഓടി വരണേ, താര ഉറക്കം നിലവിളിച്ചു. അപ്പോഴേക്കും വരുണിന്റെ തോളിൽ തഴമ്പുള്ള ഒരു കൈ ആഞ്ഞു പതിച്ചു. വരുൺ തിരിഞ്ഞു നോക്കിയതും ഞെട്ടിത്തരിച്ചു നിന്നു. അത് മറ്റാരുമായിരുന്നില്ല, മനു ആയിരുന്നു. മനുവിനെ കണ്ടതും വരുൺ താരയുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. മനു വരുണിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. ടപ്പേ! വരുൺ അടിയുടെ ആഘാതത്തിൽ ഇരുന്നു പോയി. എന്താടാ നീ ഈ ചെയ്തത്? വരുണിന്റെ വയറ് നോക്കി ഒരു ചവിട്ട് കൊടുത്തു. ഇതെല്ലാം കണ്ട് താര ഒരു നിമിഷം സ്തംഭയായി നിന്നു. മനുവിന്റെ കത്തിജ്വലിച്ചുള്ള മുഖഭാവം കണ്ട് താര അമ്പരന്നു നിന്നു. ഇതുവരെയും മനുവിനെ താര അങ്ങനെ കണ്ടിട്ടില്ല. താരയുടെ കൈത്തണ്ടയിൽ നിന്ന് ചോര പൊടിയുന്നത് മനു ശ്രദ്ധിച്ചു. പെട്ടെന്ന് മനുവിന്റെ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് എടുത്ത് താരയുടെ മുറിയിൽ കെട്ടി. താരയുടെ മുഖത്ത് നോക്കാതെ തിരിഞ്ഞ് വരുണിനോട് പറഞ്ഞു, ഇനി നിന്നെ മേലാൽ ഇവിടെ കണ്ടുപോകരുത്, മനു പറഞ്ഞു. വരുൺ അവിടെ നിന്നും ഓടി മാറി. പെട്ടെന്ന് മനുവിന്റെ പുറകിൽ നിന്നും താര വന്നു കെട്ടിപ്പിടിച്ചു. അവൾ ഉറക്കെ കരഞ്ഞു. മനുവേട്ടാ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അവൾ നിറകണ്ണുകളോടെ മനുവിനെ നോക്കി പറഞ്ഞു, എനിക്ക് നഷ്ടപ്പെടുമെന്ന തോന്നൽ കൊണ്ടാണ് ഞാൻ പറയാതെ ഇരുന്നത്. എനിക്ക് പേടിയാണ്. എല്ലാം നഷ്ടപ്പെടുമോ എന്ന തോന്നൽ അതെന്റെ മനസ്സിനെ വല്ലാതെ കീറിമുറിച്ചു. മനു താരയ്ക്ക് മറുപടി എന്നോണം താരയുടെ കരഞ്ഞു കലങ്ങിയ ആ മുഖത്തെ മനുവിന്റെ കൈകളിൽ കോരിയെടുത്തു. ഇനി ഒരിക്കലും ഈ കണ്ണിൽ നിന്നും കണ്ണുനീർ വീഴരുത്, അതെനിക്ക് താങ്ങാൻ പറ്റില്ല, മനു താരയോട് പറഞ്ഞു. മനുവിന്റെ കരങ്ങളിൽ സ്നേഹവും സുരക്ഷിതത്വം അവൾക്ക് അനുഭവപ്പെട്ടു. ഇരുവരും വീട്ടിലേക്ക് നടന്നു. ഉമ്മറപ്പടിയിൽ താരയെയും കാത്ത് അമ്മ ഗൗരി കാത്തിരിപ്പുണ്ട്. എന്താ മോളെ ഇത്ര വൈകിയത്? ഗൗരി ചോദിച്ചു. മറുപടി പറഞ്ഞത് മനു ആണ്. അമ്മേ, താര ഒന്ന് വീണു. പേടിക്കണ്ട, ഒന്നും പറ്റിയില്ല. കൈത്തണ്ട കല്ലിടുക്കിൽ കൊണ്ട് ഒന്ന് പോറിയിട്ടുണ്ട്. സൂക്ഷിക്കണ്ടേ മോളെ. മോൻ വന്നത് എന്തുകൊണ്ടും നന്നായി. അകത്തേക്ക് കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. ഗൗരി അടുക്കളയെ ലക്ഷ്യം വെച്ച് നടന്നു.